ഹേ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ കാര്യമായിട്ട് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണെന്നല്ലേ? വേറെ എവിടേക്കല്ല, കാശിക്കുട്ടനും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. 2 ദിവസമായിട്ട് ആൾക്ക് കുറച്ച് ചുമ കൂടുതലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കാണിച്ചേക്കാന്ന്. അപ്പം ഞാൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ കാശിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് ഇതാ അവൻ്റെ അച്ഛനും അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ നിന്ന് വന്ന് ഡ്രസ്സ് മാറ്റാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അച്ഛനും അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അവനെ ഒരുക്കി കൊടുക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാതിലൊക്കെ പൂട്ടി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അച്ഛമ്മയും അവനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും അമ്മ അവനെയും കൊണ്ട് മുന്നിൽ കാറിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആശാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ മോളെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ചുമ കൂടുതലായതുകൊണ്ട് തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ എക്സ്റേ എടുപ്പിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് വേറെ ഒന്നുമല്ല, അവന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി കയറ്റിയപ്പോഴേക്കും ആൾ കുറച്ചൊക്കെ കരഞ്ഞു. പിന്നെ ഇതാ കുറച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ അടുത്തത് ആവി പിടിക്കലായി. പിന്നെ ഞങ്ങൾ ഇതാ കെട്ടും പാടൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തി.